കോഴിക്കോട് പേരാമ്പ്രയിൽ കാട്ടാന ഇറങ്ങി. ടൗണിനോട് ചേർന്ന ഭാഗത്താണ് ആന ഇറങ്ങിയത്. ആനയെ തുരത്താൻ വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് ശ്രമങ്ങൾ നടത്തുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആനന്ദ് ചേർന്നുണ്ട്. ആനന്ദ്, എന്താണ് നിലവിലെ സ്ഥിതി? വിഷ്ണു, ആന ഇപ്പോൾ ആ പരിസരത്ത് തന്നെ തുടരുന്നുണ്ട് എന്നാണ് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ അല്പസമയം മുമ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞതനുസരിച്ച് ഈ ആന അക്രമകാരിയല്ല, വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ കാട് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ തരത്തിൽ ആളുകൾ അതിന് പരിഭ്രാന്തി സൃഷ്ടിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തികളിലേക്ക് കടക്കരുതെന്നുള്ള ഒരു അഭ്യർത്ഥന വനംവകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. മാത്രമല്ല, എന്തായാലും ഒരു കരുതൽ നടപടികളുടെ ഭാഗമായി മയക്കുവെടിവെക്കാനുള്ള ഒരു സംഘത്തെ പ്രദേശത്തേക്ക് വിന്യസിക്കാനുള്ള ഒരു നീക്കവുമുണ്ടെന്നും നമ്മൾ എന്താണ് പറയുന്നുണ്ട്. ഇന്ന് രാവിലെയോട് 5 മണിയോട് കൂടിയാണ് ഈ കാട്ടാനയെ നാട്ടുകാർ കണ്ടത്. ഇന്നലെ രാത്രി 2 മണിയോട് കൂടി തന്നെ പന്തിരിക്ക ആവിടുക്ക മദ്രസയ്ക്ക് വീട്ടുമുറ്റത്ത് ആനയെ കണ്ടിരുന്നു. ശേഷം ഈ ആൾക്കാർ കൂടിയതിനെ തുടർന്നാണ് ഈ ആന ഓടിപ്പോവുകയായിരുന്നു. പക്ഷേ വ്യാപകമായിട്ടുള്ള ഒരു കൃഷിനാശം ഉണ്ടായിട്ടുണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വാഴകളെല്ലാം അവിടെ കാര്യമായിട്ടുള്ള നാശം സംഭവിച്ചിട്ടുണ്ട്. ഈ രാവിലെ പോയ ആന വീണ്ടും നടക്കാൻ ഇറങ്ങിയ ആളുകൾക്ക് വീണ്ടും ഏതാണ്ട് 7 മണിയോട് കൂടി തന്നെ ആനയെ വീണ്ടും കാണുകയായിരുന്നു. ഈ പള്ളിയിറക്കണ്ടി ഭാഗത്തായിരുന്നു ആ സമയത്ത് ആന ഉണ്ടായിരുന്നത്. എന്തായാലും ഈ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആനയെ തിരിച്ച് ഈ കാട് കയറാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആന അക്രമകാരിയല്ലെന്ന് ചീഫ് ലൈഫ് വാർഡൻ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇനി ഒരു മുൻകരുതലിന്റെ ഭാഗമായി മയക്കുവെടിവെക്കാനുള്ള സംഘത്തെയും പ്രദേശത്തേക്ക് വിന്യസിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് വനം വകുപ്പ്. യെസ്, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.